പെരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ മാസങ്ങളായി മൃതദേഹങ്ങൾ സംസ്കരിക്കാതെ സൂക്ഷിക്കുന്നു എന്ന നെറ്റ്വർക്ക് വാർത്തയ്ക്ക് പിന്നാലെ അധികൃതരുടെ അടിയന്തര ഇടപെടൽ. മോർച്ചറിയിലെ സ്ഥലപരിമിതിയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു മൃതദേഹം സംസ്കരിച്ചു. ബന്ധുക്കളെ കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ 5 മൃതദേഹങ്ങളായിരുന്നു മാസങ്ങളായി സൂക്ഷിച്ചിരുന്നത്. ഇത് പുതിയതായി എത്തുന്ന മൃതദേഹങ്ങൾ വെക്കാൻ ഇടമില്ലാത്ത വണ്ണം വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ഈ അവസ്ഥയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവന്നതോടെയാണ് ജനപ്രതിനിധികളും അധികൃതരും സജീവമായി രംഗത്തിറങ്ങിയത്. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ ഒരു മൃതദേഹം കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് സംസ്കരിച്ചത്. നിയമപരമായ എല്ലാ നടപടികളും പൂർത്തിയാക്കിയായിരുന്നു പഞ്ചായത്തിന്റെ ഈ ഇടപെടൽ. കഴിഞ്ഞ ദിവസം ഇതിലൊരു മൃതദേഹം പോലീസ് വിട്ടുനൽകിയതിനെ തുടർന്ന് പരിയാരം CH സെന്റർ പ്രവർത്തകർ കുളപ്പുറം ശ്മശാനത്തിൽ സംസ്കരിച്ചിരുന്നു. ഇതോടെ മോർച്ചറിയിൽ അവശേഷിച്ചിരുന്ന 5 മൃതദേഹങ്ങളിൽ 2 എണ്ണത്തിന് ഔദ്യോഗികമായി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. അവിടെ 4 എണ്ണമാണ് അവർ പറഞ്ഞത്. അതിലൊന്നാണ് ഇപ്പോൾ നമ്മളിപ്പോൾ സംസ്കരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന്, ഒരെണ്ണം കൂടി അടുത്ത ദിവസം മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള നടപടി തുടർന്ന് വരികയാണ്. ഇതിൽ നമുക്കുള്ളൊരു പ്രയാസം, പഞ്ചായത്തിലുള്ള പ്രയാസം, ഇപ്പോൾ ചിരട്ട കിട്ടാനുള്ള പരമ്പരാഗതമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമുക്കുള്ളത്. അത് മാറ്റി വാതകത്തിലേക്ക് പോയാൽ കുറേയും കൂടെ ഇന്നത്തെ നിലയിൽ ചിരട്ടക്കൊക്കെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ അതിനും വലിയ സാമ്പത്തിക ബാധ്യത മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ വലിയ പ്രശ്നങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇത് ഏറ്റെടുക്കുക എന്നുള്ളത് പഞ്ചായത്തിൻ്റെ ഒരു ബാധ്യതയാണ്. അത് ഞങ്ങൾ വളരെ ഭംഗിയായി മെഡിക്കൽ കോളേജ് ആവശ്യപ്പെടുമ്പോൾ നിറവേറ്റുന്നു. ഇതിന്റെ നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയാണ്? നടപടിക്രമങ്ങൾ അവർ അവിടെ വരുന്ന ആ ബന്ധുക്കളില്ലാത്ത, തിരിച്ചറിയാൻ പറ്റാത്ത ആളുകളില്ലാത്ത, ഏറ്റെടുക്കാൻ ആരും ഇല്ലാത്തതെന്ന് അവർ പോലീസ് റിപ്പോർട്ട് കൊടുക്കുന്ന ശവശരീരങ്ങളാണ് നമ്മൾ ഏറ്റുവാങ്ങുക. അതിനാവശ്യമുള്ള രേഖകൾ ഉണ്ടാവണം, പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാവണം. അതുൾപ്പെടെ എല്ലാ കാര്യങ്ങളും വെച്ച് പഞ്ചായത്തിനെ അറിയിച്ചാൽ പഞ്ചായത്ത് അത് ഏറ്റെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.